ഇ.പി. ജയരാജന്റെ ആത്മകഥ ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയെന്ന പോലീസ് റിപ്പോർട്ട്. പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി ശ്രീകുമാറിൽ നിന്നാണ് ആത്മകഥ ചോർന്നതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കോട്ടയം SP DGPക്ക് റിപ്പോർട്ട് നൽകി പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. M രാഗേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. M രാഗേഷ്, ഇപ്പോൾ DC ബുക്സിലെ ഉള്ളടക്കം ചോർന്നത്, ആത്മകഥയിലെ ഉള്ളടക്കം ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെ എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആര്യ, ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് കോട്ടയം SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷിക്കുകയും ആദ്യ റിപ്പോർട്ട് DGPക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് നേരെ തിരിച്ചയക്കുകയായിരുന്നു DGP. ഇതിനകത്ത് സ്പെസിഫിക് ആയി ചില കണ്ടെത്തലുകളില്ല, അന്വേഷണത്തിൽ വ്യക്തത കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് DGP തിരിച്ചയച്ചത്. ആ തിരിച്ചയച്ചതിന് ശേഷമാണ് പിന്നീട് രണ്ടാമത് റിപ്പോർട്ട് ഇപ്പോൾ വ്യക്തത വരുത്തിക്കൊണ്ട് കൈമാറിയിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് DC ബുക്സിലെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവി ശ്രീകുമാറാണ് ഈ PDF ചോർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് സ്പെസിഫിക്കായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പകർപ്പവകാശ നിയമം ഉൾപ്പെടെയുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് നേരിട്ട് കേസെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസ് ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇ.പി. ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നോട് വീണ്ടും അന്വേഷണ സംഘം മൊഴിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു മുൻപ് പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള DC ബുക്സിൽ നിന്നോ അല്ലെങ്കിൽ DC രവിയിൽ നിന്നോ ഇ.പി. ജയരാജനിൽ നിന്നോ മൊഴിയെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകാതെ നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒന്നുകൂടെ വ്യക്തത വരുത്തിയിരിക്കുന്നു. അത് ശ്രീകുമാറുമായി ബന്ധപ്പെട്ട പേരാണ് എന്നുള്ളത് മാത്രമാണ് പുതിയ വാർത്ത എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം തന്നെ ഇ.പി. ജയരാജൻ തൻ്റെ പുസ്തകവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കട്ടൻ ചായയും പരിപ്പ് വടയും എന്നുള്ള പുസ്തകം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേരല്ല, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആദ്യം വന്ന വിവാദങ്ങളൊന്നും പെടാത്ത കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത്. ആ പുസ്തകവുമായി താൻ മുന്നോട്ട് പോകും, ഏകദേശം താമസിയാതെ തന്നെ പുറത്തിറക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും പോലീസ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇതിന്മേൽ എന്തായിരിക്കും DGP നടപടിയെടുക്കുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ആര്യ, ഓക്കെ, M രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.